സ്നേഹനിധിയായ കർത്താവിൻ്റെ തിരുഹൃദയ വണക്കമാസം 25-ാം തീയതി. നന്മ നിറഞ്ഞ ഒരു ദിനമാകട്ടെ ഇന്നത്തെ ദിനവും. ഓ അതിശയിക്കത്തക്ക മിശിഹായുടെ കൃപയും സ്നേഹവുമേ, മാലാഖമാർ അങ്ങേ അനന്തസ്നേഹത്തെയും മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള കൃപയെയും കണ്ട് അസൂയപ്പെടുന്നുവല്ലോ. അനുഗ്രഹം നിറഞ്ഞ ഈശോ മരിക്കയാൽ ആകാശം അതിൻ്റെ ശോഭ മറയ്ക്കുകയും കരിങ്കൽ പാറകൾ പിളർന്നു പോവുകയും ചെയ്തു. നിന്റെ ഹൃദയത്തിലാകട്ടെ യാതൊരു ഇളക്കവും ജനിക്കാതിരിക്കുന്നത് സൂക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം കരിങ്കൽ പാറയേക്കാൾ എത്രയോ കഠിനമുള്ളതാകുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ. മിശിഹ തൻ്റെ തിരുശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ നിനക്കായി ചിന്തുന്നത് മനുഷ്യ നീ ഓർക്കുക. പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ തിരുമുറിവേ, നിന്നിൽ എന്നെ മുഴുവനും കൈയേൽപ്പിച്ചിരിക്കുന്നു. കർത്താവെ, എനിക്ക് നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും, അപമാനം, ശരീരപീഡകൾ ആദിയായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവെക്കുന്നതിനെ ദയവായി കൈക്കൊള്ളണമേ. മാധുര്യം നിറഞ്ഞ ഈശോയെ, പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കി അരുളണമേ. അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ. കൃപയുടെ സമുദ്രമായ ഈശോയെ, പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കി അരുളണമേ. അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ. കൃപയുടെ സമുദ്രമായ ഈശോയെ, എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഭരമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്തരുളണമേ. ആമീൻ. തിരുഹൃദയ പ്രാർത്ഥന. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വരദാനങ്ങൾ നേടുന്നവരാണ് നാം എല്ലാവരും. കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവ് തിരുഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളാൽ നമ്മോടൊപ്പം കൂടെയുണ്ട്. ഒരു സങ്കീർത്തനം പോലെ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനകളാക്കുക എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന സങ്കീർത്തനങ്ങളോ സങ്കീർത്തന വാക്യങ്ങളോ ഉണ്ടെങ്കിൽ അവ ആവർത്തിക്കുകയും ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. സങ്കീർത്തനങ്ങൾ എല്ലാ കാലത്തിലും പറ്റിയ പ്രാർത്ഥനകളാണ്. അവയെ പ്രാർത്ഥനയാക്കി മാറ്റുന്നതിനുള്ള മികച്ച വാക്കുകൾ അവയിൽ കണ്ടെത്താത്ത മാനസികാവസ്ഥയോ ഒരു ആവശ്യകതയോ ഇല്ല. സങ്കീർത്തനങ്ങളിലൂടെ ആവർത്തനം അവയുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുത്തുന്നില്ല, മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവ ദൈവനിവേശിതങ്ങളാണ്. ഓരോ തവണയും അവ വിശ്വാസത്തോടെ ആവർത്തിക്കുമ്പോൾ അവ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മനോഭാവം ഉളവാക്കുന്നു. കർത്താവായ ദൈവം കനിഞ്ഞു നൽകിയ ഇന്നത്തെ ദിനവും നന്മ നിറഞ്ഞ ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.